നമ്മൾ ആക്ടിങ്ങിൽ എങ്ങനെയാണ് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നമുക്കത് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ, അല്ലാതെ ഒരു ഹ്യൂമൻ ഇമോഷൻ്റെ അകത്ത് കയറിയിരുന്ന് നമുക്ക് കളിക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ ഒരു അച്ഛൻ എന്നുള്ളൊരു പൊസിഷനിങ് ഒന്നും നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊന്നും റൂളൊന്നുമില്ല. അച്ഛൻ എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, എന്തിനാണത്തെ അച്ഛൻ ഇത്ര വളരെ സ്ട്രിക്റ്റ് ആയത്, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? അപ്പോൾ ഐ ക്യാൻ ബി ജസ്റ്റ് ലൈക്ക് അനദർ പേഴ്സൺ. ദേ ഹാവ് ഓൾ ദ ഫ്രീഡം ടു ടോക്ക്. ഞാനൊരു ഫ്രണ്ട്ലി ഒരു ബിഹേവിയറിലാണ് അവരുമായിട്ട് പോകുന്നത്. നമസ്കാരം. ഞാനൊരല്പം കൂടുതൽ എക്സൈറ്റഡ് ആണ്, സാധാരണയിലും കൂടുതൽ. അതിന് കാരണമുണ്ട്. മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ, നമ്മുടെയൊക്കെ ലാലേട്ടൻ, അതോടൊപ്പം വിസ്മയ മോഹൻലാലും. ഒരു ആനന്ദലത്തിക്കിനി എന്ത് വേണമെന്നൊക്കെ പറയുന്ന പോലൊരു സന്ദർഭം, ചെറിയ ഉണ്ട് ടോപ്പക് എന്നൊക്കെ പറയുന്ന പോലൊരു നിമിഷമാണ്. ഒപ്പം നമ്മുടെ സംവിധായകൻ ജൂൺ ആൻ്റണി ജോസഫും ഉണ്ട്. ഒരു വിസ്മയ തുടക്കത്തിൻ്റെ മുനമ്പത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ് പ്രധാനമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും അറിയാത്ത കുറച്ച് വിശേഷങ്ങൾ ലാലേട്ട ഞങ്ങളോട് പറയണം. ആരും അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് ആണല്ലേ? എന്തായാലും അതാണല്ലോ ഒരു വിസ്മയം. ഇപ്പോൾ വിസ്മയുടെ തുടക്കമാണെങ്കിലും ഞാൻ ലാലേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ സാധാരണ ഈ സിനിമ എന്ന് പറയുമ്പം സിനിമ ഫാമിലിയിലുള്ളവരല്ലാത്തവർ, അപരിചിതമായ ആളുകൾ സിനിമയിലോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ നമ്മൾ പറയും ശ്രദ്ധിക്കണം, അത് നമുക്ക് പറ്റിയ ഇതാണ്. കാരണം വെച്ചാൽ സ്ഥിര വരുമാനമുണ്ടോ, പലവിധ അവരെ വലിയ രീതിയിൽ നമ്മൾ പുറകോട്ട് പല ഇൻഹിബിഷൻസ് ഉണ്ടാവും. പക്ഷേ സിനിമയെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നവരും പലപ്പോഴും മക്കൾ ഈ ആഗ്രഹം പറയുമ്പോൾ ചിലർ മാറ്റി നിർത്താൻ ശ്രമിക്കും, നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് വിസ്മയ ലാലേട്ടനെ കൺവിൻസ് ചെയ്തത്? ലാലേട്ടൻ എന്തായിരുന്നു ഇത് കേട്ടപ്പോൾ ആദ്യം തോന്നിയൊരു റിയാക്ഷൻ എന്തായിരുന്നു? ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഏതാണ്ട് അന്ന് പ്ലസ് ടു ഇല്ല, പ്രീ ഡിഗ്രി ആ സമയത്താണ് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ വലിയ പ്രയാസമുള്ള സമയമാണ്. ഒരുപാട് പേര് മദ്രാസിൽ പോയി കിടന്ന് താമസിച്ച് പലരും അങ്ങനെ സക്സസ്ഫുള്ളല്ലാതാകും, ചിലരാകും, അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ ഫാദറും എൻ്റെ മദറും പറഞ്ഞത്, അവർക്കൊന്നും ഒരിക്കലും ഇത് വിശ്വാസമല്ല. സിനിമയിൽ അഭിനയിച്ച് ഇയാൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ചോദിച്ചാൽ അതേ ചോദ്യമാണ്. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞത് കംപ്ലീറ്റ് ഡിഗ്രി, അതൊന്നൊരു ജോലി വേണം, അന്നൊരു ഗവൺമെൻറ് സർവൻ്റ് ആകാമെന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് 48 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു. എന്നിട്ട് ഞാൻ ഡിഗ്രി മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൻ്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ എൻ്റെ BCom പാസ്സായ കാര്യം അറിയുന്നത്. എനിക്ക് അത്ര ഒരു ഫ്രീഡം അവർ തന്നു. അവർ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല, ഞാനും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാനിങ്ങനെ ഒരു ആക്ടറാകുമെന്ന്. എനിക്കങ്ങനെ ഒരു ആക്ടറാകണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് അങ്ങനെ ഒരു ആക്ടറാകാനുള്ള ഒരു തരത്തിലുള്ള കഴിവുകളോ അല്ലെങ്കിൽ ശാരീരിക സൗന്ദര്യമോ അല്ലെങ്കിൽ സൗന്ദര്യം ഒന്നുമില്ല. നമ്മളൊരു ധൈര്യത്തിൻ്റെ മുകളിൽ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്താണെന്നൊന്നും അറിയാതെ പോയി അഭിനയിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയായി ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ അതേ സ്വാതന്ത്ര്യം എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിരുന്നു, ഞാനും സുചിയും. അവർക്ക് അവരുടേതായിട്ടുള്ള യാത്രകൾ ചെയ്യാം, അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാ തീരുമാനങ്ങളും നല്ല ഞാൻ പറയുന്നത്, അത്രയും ഫ്രീഡം ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അപ്പുവിനൊന്നും ഒരു സിനിമയിൽ വരണമെന്ന് ഒരാഗ്രഹമില്ലാത്ത ആളായിരുന്നു. അയാൾ സിനിമയിൽ വന്നു. അതൊരു കാലത്തിൻ്റെ നിയോഗം പോലെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. മായും. പക്ഷേ ഇവർ രണ്ടുപേരും, ഇപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത്. അത് അന്ന് എൻ്റെ മകനും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറായി. ഏതാണ്ട് മായയും ആ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ അവർക്ക് അതിനോടുള്ളൊരു ഇൻക്ലിനേഷനുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഒരു ഘട്ടത്തിൽ അയാൾ സമ്മതിക്കേണ്ടി വന്നു അഭിനയിക്കാൻ. അതും അയാൾ പോലും അറിയാതെ സിനിമയിൽ വന്നു. മായ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മായയ്ക്ക് കുറച്ചുകൂടെ സിനിമയിൽ അഭിനയിക്കണമെന്നൊരാഗ്രഹമുള്ള കുട്ടിയായിരുന്നു. പിൽക്കാലത്താണ് ഞങ്ങൾ അറിയുന്നത്. പണ്ട് തമാശയ്ക്കൊക്കെ നമ്മൾ ചുമ്മാ ചില സ്കിറ്റുകളൊക്കെ നമ്മൾ കൂടിയിരിക്കുമ്പോൾ ചെയ്യും. പക്ഷേ അങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ കൂടെ സഞ്ചരിച്ച് അവർ കവിതകൾ എഴുതി, പടങ്ങൾ വരയ്ക്കാറുണ്ട്. അവർ ഒരുപാട് കോഴ്സുകൾ ചെയ്തു. മായ ഇന്തോനേഷ്യയിൽ പോയി കുട്ടികളെ പഠിപ്പിച്ചിട്ട് വരെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് നമ്മൾ സമ്മതിക്കേണ്ടി വന്നു. അതിനൊരു മോശമായ കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ പണ്ട് സിനിമ വിചാരിച്ചിരിക്കുന്ന പോലെ ഒന്നുമല്ല. ഒരുപാട് മാറ്റങ്ങളുണ്ടായി സിനിമയ്ക്കല്ല എല്ലായിടത്തും. ആ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചേ പറ്റുള്ളൂ. പിന്നെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന്. ഇപ്പം ഞാൻ അഭിനയിച്ച സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ശൂന്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ നടന്നു കയറിയത്. അപ്പോൾ ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്
നമുക്കൊരു അതിലൊരു ഒരു പുറകിലോട്ട് നോക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ ഉണ്ട്, ആൻ്റണിയുടെയാണ്. എൻ്റെ മകൻ്റെ സിനിമയും ആൻ്റണി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അവരെങ്ങനെ ആ സിനിമ എടുക്കും, ആ സിനിമ എങ്ങനെ കാണും, എങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ളൊരു സോണിൽ നിന്ന് ആ കുട്ടി ഇത് തൻ്റെ തുടക്കമാണ്. ഇനി അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. Vismay, at last you are entering into this magical world. And what he says that you got now a lot of opportunities are popped up around you. But do you think that it's a little bit late because a lot of windows were open besides you? Because a legendary actor, he can choose any director for you, own production house, and Sujita ma'am's legacy as your grandfather is a pillar of South Indian industry. So, do you think that this a little bit late to come in this industry? അങ്ങനെ ലേറ്റായിട്ട് പറഞ്ഞാൽ ലേറ്റ് അല്ല. ലൈക്ക് എനിക്ക് ഐ ബിലീവ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ഇറ്റ്സ് ഓൺ ടൈമിങ്. ഐ വിഷ് ഇറ്റ് വാസ് ഏർലിയർ, ബട്ട് അങ്ങനെ ഇറ്റ്സ് ജസ്റ്റ് ഹാപ്പൻ ദിസ് വേ. സോ അങ്ങനെ ലേറ്റ്, ഐ വുഡൻറ്റ് യൂസ് ദ വേർഡ് ലേറ്റ്. Grains of Stardust, is that your that book name? Quoting is from my memory. I meet my destination at the other side of hesitation or something like that. You wrote. Oh, I'll meet you on the other side of hesitation. Hesitation. Yeah. So that's magical thing is happening here. Yeah, actually, yeah. So it's yeah, actually that's spot on. So delicious confusion or something you wrote. I don't remember a lot of things I wrote, but that what you said, Sherikim, it's actually apt for this moment. Yeah. എന്താ അച്ഛൻ പറയുന്ന ലൈക്ക് പറയാരോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലേ ദാസാന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ പോലല്ലേ. ശരിക്കും മക്കൾ സ്വന്തം ഫീൽഡിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മനിർവൃതി അല്ലെങ്കിൽ നമുക്ക് കാണുന്ന സന്തോഷം ലാലേട്ടൻ അതൊക്കെ ശരിക്കും അനുഭവിക്കുന്നുണ്ടെന്ന്. ലാലേട്ടൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു ഗ്രേസ് ഇല്ലല്ലോ. അതിപ്പം നമ്മളുടെ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു സിനിമ നന്നാകുമ്പോൾ ഏത് സിനിമയും നന്നായാലും നമ്മൾ സന്തോഷിക്കണം. അതൊരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സിനിമ നന്നായിട്ട് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമാവും. ഇപ്പം നമ്മുടെ സിനിമ പോലും നന്നായിട്ട് ഓടുമ്പം ഒരു സന്തോഷം തോന്നില്ലേ? അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ സിനിമയും. ഈ സിനിമ എന്ന് പറയുന്നത് അവരുടെ മാത്രം സിനിമയല്ല അല്ലേ, ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനൊരു നെയിമും കാര്യങ്ങളുള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ ഹൈപ്പ് കിട്ടുന്നു. അല്ലെങ്കിൽ ഇത് എല്ലാവരുടെയും കൂടെ സിനിമയാണ്. ഇത് ജൂഡിൻ്റെ സിനിമയാണ്. ഞാൻ ഇതിനെ കൂടുതൽ എപ്പോഴും ഞാൻ എൻ്റെ ഡയറക്ടറെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിപ്പം ആ വിശ്വാസം ചിലപ്പോൾ തെറ്റിപ്പോവാം, പക്ഷേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം. ഞങ്ങളെ ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്യേണ്ടത്. ഞാനും ഇതിൽ അഭിനയിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ് തുടക്കം എന്നുള്ള സിനിമ. അപ്പോൾ അത് നല്ല ആ കോൺഫിഡൻസിന് ഈശ്വരൻ നല്ലൊരു ഒരു ഗിഫ്റ്റ് തുടക്കമാകട്ടെ എന്ന്. ജൂഡിൻ്റെ കൂടി സിനിമയല്ല, ജൂഡിൻ്റെ തന്നെ സിനിമയാണ്. പ്രധാനമായിട്ടും 2018 ഒരു ബ്ലോക്ക് ബസ്റ്റർ നിൽക്കുന്നു. മറ്റൊരു ത്രില്ലർ, അതൊരു നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ത്രില്ലറായിരുന്നു അത്. ശരിക്കും ഇതൊരു വ്യക്തിയുടെ ഒരു അതിജീവനത്തിൻ്റെ കഥയായിട്ടാണ് ഞാനിതിന് മനസ്സിലാക്കുന്നത്. ഇതൊരു തുടക്കക്കാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്നാൽ വലിയ എക്സ്പെക്റ്റേഷൻ കേരള സമൂഹം മുന്നോട്ട് പോകുന്നു. വിസ്മയുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇതെങ്ങനെയായിരുന്നു? ഇതൊരു ടെൻഷൻ ഉണ്ടാക്കിയോ ഈ മേക്കിങ്? ഈ സിനിമയുടെ ഔട്ട്പുട്ട് വരുന്ന സമയത്തുള്ള നമുക്കറിയാലോ, നമ്മൾ അത്രയും വിശ്വസിച്ചിട്ടാണ് സിനിമ നമ്മളിലേക്ക് എത്തിയത്. അപ്പോൾ ജൂഡ് ചെയ്തോളും, അല്ലെങ്കിൽ ജൂഡിന് പണി അറിയാം എന്നൊക്കെ വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ ഇതിൻ്റെ പ്രൊഡ്യൂസറും അവരൊക്കെ നമ്മളെ വിശ്വസിച്ചപ്പോൾ. എൻ്റെ പാക്കപ്പിൻ്റെ എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രഷർ എടുത്തിട്ടുള്ളൊരു സിനിമ ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ പ്രഷർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് മായയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. കാരണം പുതിയൊരു ആക്ട്രസ്സാണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇതിനു മുമ്പ് ക്യാമറയുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു സീനായിട്ട് ചെയ്ത് കാണത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ കയ്യിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രഷർ ഞാൻ എൻജോയ് ചെയ്യണം. കാരണം ഞാൻ മോണിറ്ററിൽ കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. കാരണം ടേക്ക് ചിലപ്പോൾ 1-2 കൂടുതൽ പോയാലും അത് വരുന്ന ഔട്ട് നല്ലതാണ്. പിന്നെ മായയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ്. കാരണം മായ ഓൾറെഡി ഫുൾ പ്രിപ്പയർ ആയിട്ടായിരിക്കും വരുന്നത്, ഫുൾ സീൻ അറിയാം. അപ്പോൾ മായ ഫുൾ അറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. എന്തെങ്കിലും അവിടെ ഇവിടെ ചെറിയ കറക്ഷൻ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. പക്ഷേ പിന്നെ പങ്ക്ച്വലാണ്, നമ്മൾ എപ്പോൾ പറഞ്ഞാലും വരും, എത്ര നേരം വേണമെങ്കിലും കാത്തുവെക്കും. മായയുടെ ഷൂട്ട് കഴിഞ്ഞാലും മായ പോവില്ല. ഫുൾ ടീമിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് നിന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അത് മായനെ പരിചയപ്പെടുന്ന എല്ലാവർക്കും മായ പെട്ടെന്ന് ഇഷ്ടമാവും എന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രഷറൊന്നും ഇല്ലായിരുന്നു. എൻ്റെ പ്രഷർ മുഴുവൻ ഇതിൻ്റെ ഔട്ട്പുട്ട് വൃത്തിയായിട്ട് വരണം എന്നുള്ളൊരു പ്രഷറായിരുന്നു. പക്ഷെ അത് എല്ലാ സിനിമകളും ചെയ്യുമ്പോൾ ഉണ്ടായി. ഈ സിനിമയിൽ കുറച്ച് കൂടുതൽ
നമുക്കൊരു ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് You are a trained Muay Thai. It's pronounced like that? Muay Thai. Muay Thai. So that the glimpses of that action sequence can we see in this movie? You can see on August 7th. August, that's the suspense. I can't say anything about the movie. ആക്ച്വലി മൊയ്ത്തായി ഇല്ല പടത്തിൽ. Muay Thai illa. Muay Thai illa, but actually can we see in future a action heroine in Malayalam movie? Oh, I would love to. That's That- great. Yeah, I would love to explore that, to bring in Muay Thai in my movies. I would love to try it out. Yeah. Because all the heroines in Malayalam industry normally they will practice dance or something else. That type of artist. I would love to dance. Now, okay, it's a different thing. Many of the artists doesn't know this type of martial arts, especially heroines. That's why. Yeah. So you have got a unique talent. And when I think Lalata, she has got a very different kind of attitude. Some poetic sense means we a journey towards inward. And Muay Thai martial arts, it's a bursting to outside. It's an action, so it's a combination of totally different thing. Oh, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. But എല്ലാത്തിനും ഇതിലൊരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന വലിയ കാര്യമാണ്. മൊയ്ത്തായി ആയാലും ഏത് മാർഷ്യൽ ആർട്ടായാലും അതിൻ്റെ ഹയസ്റ്റ് ജെനിത് പിനാക്കിൾ എന്ന് പറയുന്നത് ഒരു മോക്ഷമാണ്. അല്ല, ഏത് ഒരു ആർട്ട് ഫോമിൻ്റെ ഹയസ്റ്റ് അതിൻ്റെ ജെനിത്ത് എന്ന് പറയുന്ന ഒരു സാൽവേഷനാണ്. അപ്പോൾ ഇപ്പോൾ മ്യൂസിക് ആയാലും അല്ലേ, അതിലൂടെ നമ്മൾ വലിയ പഴയ പാട്ടുകാർ അതിൽ കൂടെ മോക്ഷപ്രാപ്തി നേടി എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ ഈ ആക്ടിങ് ആയാലും സിംഗിങ് ആയാലും ഡാൻസിങ് ആയാലും ഒക്കെ അതിൻ്റെ ഏറ്റവും ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് ഒരു സാൽവേഷനാണ്. അപ്പോൾ ആ ആർട്ട് ഫോം എന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മുടെ സിനിമയിലെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഡാൻസാണ്, ഒരു കൊറിയോഗ്രാഫിയാണ്. അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റും. മായ നന്നായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മായയുടെ മൊയ്ത്തായിയുടെ ഒരുപാട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഡാൻസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷി ഹാസ് ഗോട്ട് ഒരു ഫ്ലെക്സിബിലിറ്റിയും അതിന് ഹൈ കോൺസെൻട്രേഷൻ വേണം. ഒരു മെഡിറ്റേഷൻ പോലെയാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ആക്ഷനും ഒരു ഡാൻസ് പോലെ, ആക്ഷൻ കൊറിയോഗ്രാഫി ഒരു ഡാൻസ്, ഇറ്റ്സ് ലൈക്ക് എ ഡാൻസ്. അതിപ്പം നമ്മുടെ സിനിമയിലെ ഹയസ്റ്റ് മേക്ക് ബിലീഫാണ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരാളെ ഇടിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അല്ല, ലാലേട്ടൻ വരുന്നതിന് മുമ്പ് ശരിക്കും ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നല്ലോ. അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ ശരിക്കും. നമ്മളെ ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും. അത് നമ്മളെ അതിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത്തരം മാർഷ്യൽ ആർട്ട് പഠിക്കുന്നുണ്ട്. ആ ഫോക്കസ് വരും, നമ്മൾ കുറച്ചുകൂടെ കൺട്രോൾഡ് ആവും. പിന്നെ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ അവന് കുഴപ്പമാവുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാതിരിക്കാനേ നോക്കുള്ളൂ. Not like normal girl, you got a worldwide exposure, theatre exposure from Prague, London, different type of world, different part of the world. So when you approach a grounded role, like local people, സാധാരണ ആൾക്കാർ റോൾ ചെയ്യുന്നത്, will it become a challenge or it become a new perspective for that role? I feel like I'm a normal girl. But you got a universal exposure, that's why. യൂണിവേഴ്സൽ എക്സ്പോഷർ. പക്ഷേ ഇതിലെ ക്യാരക്ടറില്ലേ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഒരു വില്ലേജിൽ നടക്കുന്നതാണ്. ബട്ട് ഞാൻ ആൻസർ ചെയ്യാം. മായ താമസിക്കുന്ന ഇതിലും ഒരു വില്ലേജിലാണ്, തായ്ലൻഡിലെ. ഷീ യൂസ് ടു ട്രാവൽ വിത്ത് അങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ്. മായ അവിടെ ഒരു സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പം ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് അവൾ അവിടെ ജീവിക്കുന്നത്. ഞാൻ കേരളത്തിലോട്ട് വന്നിട്ടുണ്ട് കുറേ, ലൈക്ക് അമ്മൂമ്മേനെ കാണാൻ അങ്ങനെയെല്ലാം. You're asking if it was hard to... How much Maya in this character? There is Maya in the character, but there's also not. I mean, there's also who Maya would like to be more like. എനിക്ക് ഈ മീനു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ലാലേട്ട വിസ്മയെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ അമ്മയുടെയൊക്കെ നല്ല ഛായ ഉണ്ട്. കാരണം വെച്ചാൽ കുറച്ച് ഇൻ്റർവ്യൂസ് കണ്ടെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് അടുപ്പമുള്ളൊരു വ്യക്തിത്വമായിരുന്നു അമ്മ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അമ്മയ്ക്കൊക്കെ ഇത് സന്തോഷമായിരുന്നു. എങ്ങനെ താല്പര്യമൊക്കെ ഉണ്ട്, എങ്ങനെയായിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ളൊരു റാപ്പൊക്കെ എങ്ങനെയായിരുന്നു പൊതുവേ? എൻ്റെ മദറിനെ ഒരു ലാസ്റ്റ് ഒരു 12-13 years ഷി വാസ് ടോട്ടലി ഇൻ ബെഡ്. ബട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാം. മായ പോയി സംസാരിക്കും. അവർ തമ്മിലുള്ള പ്രൈവറ്റ് മൊമെൻറ്റ്സിൻ്റെ ഇടയിൽ ഞാൻ കയറാറില്ല. പക്ഷേ മായ പറയുന്നത് അമ്മയായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു പോകുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മ കുറേ എക്സ്പ്രഷൻസൊക്കെ കാണിച്ചു കൊടുത്തു. ഒരു ഭയങ്കര രസമുള്ള ഒരു അമ്മയായിരുന്നു. അപ്പോൾ ഇപ്പം അമ്മയൊന്നും നോ പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അപ്പുവായാലും ഇപ്പം എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല സിനിമയിൽ അഭിനയിക്കുക. അപ്പോൾ പിന്നെ എൻ്റെ മകളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. അവരെന്നെ വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് മായ സിനിമ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ 2018 എന്ന് പറയുന്ന ഒരു
വലിയൊരു സർവൈവൽ ടൈമായിരുന്നു. ഇപ്പം വീണ്ടും നമ്മൾ ആ ഓർമ്മകളൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അപ്പോൾ നമ്മളുടെ വേറൊരു വലിയൊരു ചലഞ്ചെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സാധനം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അത് കുറേ പ്രത്യേകതയുള്ളൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ കഥയാണ് എന്താണ് ഇതിൻ്റെ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലോട്ട് ഈ സിനിമ എന്തുകൊണ്ട് കാണണമെന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നൊരു കാര്യം? കഥയും ഒരു കാരണമാണ്. ഇതിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ, നമ്മൾ ചെയ്യുന്ന സിനിമയിൽ അത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് അമ്മയുണ്ട്, സഹോദരിമാരുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് ഇവർക്ക് ചെയ്യാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം ഈക്വലാണല്ലോ, നമ്മൾ ആൺ പെൺ വ്യത്യാസം ഇല്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഉള്ള ചില തോട്ടിൽ നിന്നും ഉണ്ടായ സിനിമയാണിത്. ബേസിക്കലി ഇത് എന്താണെന്ന് പറയാനും പറ്റുന്നില്ല, എന്നാൽ പറയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യം. ഇത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു സൊല്യൂഷൻ പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പരിധി വരെ നമുക്കതിനെ തടയാവുന്ന പോലെയുള്ള ചെറിയ ഒരു നമ്മളൊക്കെ എന്താ പറയുക, എല്ലാവർക്കും ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. എപ്പോഴും അങ്ങനെയല്ല, ഒരു സിനിമ അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോം കണ്ടാലും യു ഹാവ് ടു ടേക്ക് സംതിങ് ഫ്രം ദാറ്റ്. ആൻഡ് നമ്മൾ വീട്ടിൽ പോയാലും ഇതിനെക്കുറിച്ചൊന്ന് ഓർമ്മിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഒരു പാട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഒരു ആക്ടറായിരിക്കും. അവരെക്കുറിച്ച് വീണ്ടും നമ്മൾ ഓർക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. അപ്പോൾ അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില മെസ്സേജുകൾ, ചില മൊമെൻറ്റ്സുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കും ആകാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആകണം, അങ്ങനെയൊക്കെ തോന്നുന്ന ചില നിമിഷങ്ങൾ, അങ്ങനെയാണ് ആ സിനിമ കണക്റ്റഡ് ആകുന്നത്. അപ്പോൾ അത്തരത്തിൽ കണക്റ്റഡ് ആകാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ പഴയ വിൻറ്റേജ് സിനിമകളൊക്കെ എടുത്ത് ഇങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഈ ഓർക്കാപ്പുറം എന്നുള്ള സിനിമ അന്ന് നമ്മൾ ഒരുപാടൊന്നും ആഘോഷിച്ചില്ല, പക്ഷേ ഫ്രെഡി നിക്കോളാസ് എന്ന് ഇപ്പോഴും നോക്കുമ്പോൾ ഇപ്പോഴും വളരെ ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ക്യാരക്ടർ. അതുപോലെ സീസൺ, പല സിനിമകളും നമ്മളിപ്പോഴും കാണുമ്പോഴും ഇപ്പോഴും ആ സിനിമ ഇപ്പോൾ ഓർമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്, എത്രയോ പഴക്കം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും എത്ര ഫ്രഷ്നെസ് ആണ് ശരിക്കും ആ സിനിമകളിൽ. സീസണൊക്കെ അതിൽ പ്രിഡിക്റ്റ് പോലെയാണ് പിന്നെ കേരളം മാറിയത്, കോവിലൊക്കെ. പക്ഷെ അന്ന് മുതലേ അതിൻ്റെ ഒരു പപ്പേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഇനി ഭാവിയിൽ കോവളം ഇങ്ങനെ ആകും എന്ന് പറയുന്നത് അതുപോലെ സംഭവിച്ചു. സീസണൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതൊരു പ്രതികാരത്തിൻ്റെ അതിമനോഹരമായിട്ട് അതൊരു പ്രതികാരം കാണിച്ചിരിക്കുന്ന സിനിമയാണ്. ഞാൻ ലാലേട്ടനോട് വേറെ രാജ്യം എല്ലാവരും ചോദിക്കുന്നത് വിസ്മയ്ക്ക് എന്ത് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ ഒരു പുതിയ കാലത്ത് പലപ്പോഴും കുട്ടികളാണ് തിരിച്ച് നമുക്ക് ഈ കാര്യത്തിൻ്റെ ടിപ്സുകളൊക്കെ പറഞ്ഞത്. അവർ ഭയങ്കരമായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും, നമ്മളെ തിരിച്ചുപദേശിക്കുന്ന കാലമാണ്. എന്താണ് ശരിക്കും നടക്കുന്നത് വീട്ടിൽ? അല്ല, ഇങ്ങനെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ആക്ടിങ്ങിൽ എങ്ങനെയാണ് ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നമുക്കത് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ, അല്ലാതെ ഒരു ഹ്യൂമൻ ഇമോഷൻ്റെ അകത്ത് കയറിയിരുന്ന് നമുക്ക് കളിക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഗാഡ്ജറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇപ്പോൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരറിവ് അവർക്കുണ്ടാകും നമ്മളെക്കാട്ടിലും കൂടുതലല്ലേ. പുതുതായിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം എടുക്കും. പിള്ളേരെ എളുപ്പം, കാര്യം അത് അവരെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ്. സിനിമ നമ്മൾ ഒരുപാട് വർഷം അഭിനയിച്ചിട്ട് നമുക്ക് ആ അഭിനയം നമുക്ക് വളരെ ഈസി ആയിട്ട് മാറും അല്ലേ. അതുപോലെയാണ് അവർക്ക് ഗാഡ്ജറ്റ്സ്. ഈ ടിപ്സ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ട്രൂത്ത്ഫുള്ളായിരിക്കണം നിങ്ങളുടെ ജോലിയോട്. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല, അത് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ പോകരുത്. അപ്പോൾ അതിനോടൊരു ഫയർ വേണം അല്ലേ, അതിനോടൊരു സത്യസന്ധത വേണം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് റെസ്പെക്റ്റ് വേണം. അതൊക്കെയാണ് ബേസിക് സിവിക് സെൻസുകളാണ്. അതൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതില്ലാത്തവരും ഉണ്ട്, അത് അവരുടെ കാര്യം, അത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബേസിക്കായിട്ട് ഒരു ഡിസിപ്ലിൻ വേണം. ഞാൻ ചെയ്യുന്നൊരു ജോലിയോടൊരു സത്യസന്ധത വേണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. ബാക്കി എന്നല്ല, ഇത് നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരെന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ്. അല്ലാതെ ഈ അഭിനയിക്കുന്നതിൽ ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ സംവിധായകനുണ്ട്, ക്യാമറയുടെ പുറകിൽ നിന്ന് ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്നാണ്. എനിക്ക് എൻ്റെ സംവിധായകനാണ് ഏറ്റവും. നമുക്ക് ഡിസ്കഷൻസ് ആവാം, അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്നുള്ളത് നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാം. അല്ലാതെ ഒരു പ്രോപ്പറായിട്ടൊരു ഇങ്ങനെ ചെയ്യുമായ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വീട്ടിൽ തന്നെ ഒരു അഭിനയത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ഇരിക്കുന്നത്. അത് എങ്ങനെയാണ്, ഹൗ ഡു യു എക്സ്പ്ലോയിറ്റഡ് ദാറ്റ് ഹിസ് ലെഗസി? അങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ ലൈക്ക് ഇറ്റ്സ് നോട്ട്, ഹി ഡസൻ ഗിവ് അഡ്വൈസ്. അങ്ങനെ ആക്ടിങ് അഡ്വൈസ് ഒന്നും തന്നിട്ടില്ല. അച്ഛൻ്റെ സിനിമ കണ്ട് പഠിക്കുകയായിരുന്നു.
yeah. അല്ല നമ്മളൊരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ആക്ടിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിങ് ഉണ്ട്. പക്ഷേ അതൊക്കെ എനിക്കൊന്ന് കൂടുതലും സ്റ്റേജിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇതൊരു മേക്ക് ബിലീഫിൻ്റെ ഹയസ്റ്റ് ഫോമാണ്. നമുക്ക് ഒരു ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ക്യാമറയുടെയും ആക്ഷൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു മൊമെൻ്റാണ്, അല്ലെങ്കിൽ ആ കട്ടിൻ്റെ ഇടയിൽ കിട്ടുന്നത്, അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മൊമെൻറ്റിനെ നിങ്ങൾ എങ്ങനെ ബ്രില്യൻ്റായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് അതൊരു പ്രാക്ടീസാണ്, അതൊരു മെഡിറ്റേഷനാണ്, അതൊരു ഭാഗ്യമാണ്. അതിൻ്റെ ഇടയ്ക്കല്ലേ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മറ്റ് സാധാരണക്കാരല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ 2 ഡയലോഗുകളുടെ ഇടയിലുള്ള പോസിനെ എങ്ങനെ ഉപയോഗിക്കണം, അവിടെയാണ് ഒരു ആക്ടർക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. വിസ്മയ now may be realizing how difficult his job is. No, ശരിക്കും ലൈക്ക് ഞാൻ കുറേ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഹൗ ഡു യു ഡു ദിസ് എവറി ഡേ ഫോർ 40 years അല്ലേ? 48 years. 40. Yeah. So at that time, when you 48 വർഷമായിരുന്നു. now you must be realizing. So at that time, കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കുറേ മിസ്സിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ചൊരു അച്ഛനെ, അപ്പോൾ അതൊക്കെ ഇപ്പോൾ വേറെന്തോ കാര്യത്തിന് വേണ്ടിയായിരുന്നു. കുട്ടിയായിരുന്നപ്പോഴേ യു മസ്റ്റ് മിസ് സം പേഴ്സണൽ മൊമെന്റ്സ്. മിസ് പേഴ്സണൽ മൊമെന്റ്സ്, മിസ് മറ്റേ അച്ഛൻ. ഇവരൊക്കെ ഹോസ്റ്റലിലാണ് പഠിച്ചത്. So yes, of course, Achana missed ചെയ്തു. But then also Acha used to come to ഞാൻ ഹോസ്റ്റലിലായിരുന്നു. സോ അച്ഛൻ സ്കൂളിൽ വരും, എൻ്റെ സ്കിറ്റ്സും പ്ലേസ് എല്ലാം കാണാൻ വന്നിട്ടുണ്ട്. ഫോണ് വിളിക്കും. അങ്ങനെ എൻ്റെ പേരൻസ്, ഞാൻ ഹോസ്റ്റലിൽ ലൈക്ക് ഹോം സിക്നെസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദാറ്റ്. കുറച്ചുകൂടെ ഫ്രീഡം കിട്ടി, നമ്മളോട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ലാതെ. അങ്ങനെയല്ല, ഒരു അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ് ആണ് എനിക്കിഷ്ടമുള്ളത് അല്ലേ, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്. ഖലീൽ ജിബ്രാനൊക്കെ പറഞ്ഞു എപ്പോഴും 2 ബന്ധങ്ങൾക്കിടയിൽ കുറച്ച് സ്പേസ് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ആ സ്പേസ് അവർ നന്നായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് അവർക്ക് ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ വളരെയധികം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ പണ്ട് ആഗ്രഹങ്ങളുണ്ടായിരുന്നതൊക്കെ ഈ കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചാൽ, ഇപ്പോൾ അങ്ങ് ഇതിനകത്ത് ചെയ്തൊരു എക്സ്റ്റൻഡഡ് കാമിയോ റോളായിരിക്കും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ അച്ഛൻ കൂടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്കൊരു മാർക്കറ്റ് വാല്യൂ മാത്രമല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂവിനപ്പുറം എൻ്റെ മോളുടെ സബ്ജക്റ്റിനകത്ത് എനിക്കും ഒരു ഇടമുണ്ടാണ്, ഞാൻ കൊണ്ടുവന്ന് ചേർക്കണം അവിടെ. അങ്ങനെയൊക്കെയുള്ളൊരു ഇമോഷണൽ എലമെൻ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചിന്തിക്കാമെന്ന് തോന്നുന്നു. ഒരു സീരിയസ്ലി നല്ല കാര്യമാണ്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഇതിന് കുറച്ചുകൂടെ പ്രസക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞതിന്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ ഞാൻ ശരിയാണല്ലോ അങ്ങ് പറഞ്ഞ കാര്യം, വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ. നമ്മളൊരു പേരൻറ്റിങ് എന്ന് പറയുന്നത് ആ സിനിമയിൽ ചിലപ്പോൾ ഉണ്ടാവും. അവർക്ക് അച്ഛനുണ്ട് സിനിമയിൽ, അല്ലെങ്കിൽ അമ്മയില്ല, അങ്ങനെയൊക്കെ ഉള്ളതിലും. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരാളെ കാണുമ്പോൾ എനിക്ക് ഒരു പേരൻറ്റിങ് ഫീല് വരാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണോ ചിലപ്പോൾ. Actually, what type of father is he? Because in screen we have different type of facets of father we have seen. In Brodaddy, a cool father, and Drishyam, a responsible father, and I think in old film Dasharadham, very affectionate element of his father sense. What type of father he is in? I think a mix of everything. Angana, what type of father? I only know this type of father. This is my father. Yeah, this is my father. അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് ആ കുട്ടിയോട് ചോദിച്ചത്. ശരിക്കും ലാലേട്ടൻ്റെ എലമെൻറ്റുകൾ, പല ഫാദർ എലമെൻറ്റുകളുള്ള സിനിമകളുണ്ട്. ചില സാധനം വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്തതും ഒക്കെ ഉണ്ട്. ശരിക്കും ഒരു അച്ഛൻ എന്ന രീതിയിൽ ലാലേട്ടൻ്റെ ചിന്തയിലുള്ള നമ്മളങ്ങനെ ഒരു അച്ഛൻ എന്നുള്ളൊരു പൊസിഷനിങ് ഒന്നും നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊന്നും റൂളൊന്നും ഇല്ല. എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, എന്തിനാണത്തെ അച്ഛൻ ഇത്ര വളരെ സ്ട്രിക്റ്റ് ആയത്, അതുകൊണ്ട് എന്താ ഗുണമുണ്ടായി? അപ്പോൾ ഐ ക്യാൻ ബി ജസ്റ്റ് ലൈക്ക് അനദർ പേഴ്സൺ. ദേ ഹാവ് ഓൾ ദ ഫ്രീഡം ടു ടോക്ക്. ഞാനൊരു ഫ്രണ്ട്ലി ഒരു ബിഹേവിയറിലാണ് അവരുമായിട്ട് പോകുന്നത്. അല്ലാതെ അവർ രാവിലെ, പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പം ഇപ്പം നമ്മുടെ ഒരു ചൈൽഡ് അല്ലെങ്കിൽ അഡൽട്ട് പേരൻ്റ് എന്ന് പറയുന്ന ഇതിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ കൂടുതലും ഇവരുടെ കൂടെ ചൈൽഡാകും. വെരി സെൽഡം നമ്മളൊരു അഡൽട്ട് ആകും, ഒരു പേരൻ്റ് ആകും. പക്ഷെ പേരൻ്റ് ആകുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത അവരുടെ മുകളിലോട്ട് ചാടുന്നത്. സോ ഐ ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. എനിക്ക് കൂടുതലും ഇവരുടെ കൂടെ, ഇവരുടെ ഒപ്പം ഒരു ചൈൽഡായിട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ ഫാദർ എന്നുള്ള കോൺസെപ്റ്റ് എനിക്കില്ല. ഇല്ല.
ടു ബി വെരി വെരി ഓണസ്റ്റ്ലി, കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറയാം. ലാലേട്ടനെ പോലുള്ള കുറച്ച് മമ്മൂക്കയും ലാലേട്ടനും ഉള്ള സിനിമകൾ വരുമ്പോഴാണ് ഇവിടെ ഇൻഡസ്ട്രി ഒന്ന് ഉണരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ റിലീസാവുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം സിനിമകളും പരാജയപ്പെടുന്ന രീതി, കാരണം അത്രയും കണ്ടൻറ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണിത്. നമ്മുടെ വലിയ സിനിമകൾ ഉൾപ്പെടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, ലാലേട്ടനെയൊക്കെ എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടെന്ന് മനസ്സിലായി, പക്ഷേ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വിഷമിച്ച് മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട്. സിനിമ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങേക്ക് ഇതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പറയാം. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഈ സിനിമയിൽ മാത്രം എല്ലായിടത്തും അല്ലേ, എല്ലാ ജോലികളിലും ഒരുപാട് പേര് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലായാലും അല്ലെങ്കിൽ ഹോട്ടൽ ഫീൽഡിലായാലും എല്ലായിടത്തും ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയ ചലഞ്ചാണ്. വളരെയധികം നമ്മൾ പുഷ് ചെയ്താലേ അതിൻ്റെ ഭാഗമാകാൻ പറ്റുള്ളൂ. അത് കാലത്തിൻ്റെ ഒപ്പം നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും സാധിക്കുന്നതാണ്. അപ്പം അതിന് എന്താണ്, ഇതൊരു മാജിക്കാണ്, ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ സിനിമ സക്സസ് ആക്കാമെന്നാണ് എല്ലാവരും നോക്കുന്നത്. അതിൻ്റെ ബേസിക് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അതിലൊരു കോണ്ടൻറ്റ് വൈസ് നല്ലൊരു കാര്യമായിരിക്കണം, അതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, ആൻഡ് യു ഹാവ് ടു ഗീവ് സംതിങ്. നമുക്കത് നമ്മുടെ ഇമോഷൻസിനെ ടച്ച് ചെയ്യുന്ന എല്ലാ സിനിമകളും വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ഇത്രയും ഭയങ്കര സൂപ്പർ ഹിറ്റാവുന്നൊന്നും വിചാരിച്ചില്ലല്ലോ. പക്ഷേ അതിൻ്റെ എലിമെൻ്റ്, നമ്മൾ ഏത് സക്സസ്ഫുൾ സിനിമ എടുത്ത് നോക്കിയാലും അതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നതിൽ ലവ് തന്നെയാണ്. ഒരു ഫാമിലിയോടത്തുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പല സിനിമകൾ, ഇപ്പോൾ നരസിംഹം എന്നൊരു സിനിമ ഭയങ്കര സക്സസ്ഫുള്ളായി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹമാണ് അതിൽ. സോ ലവ് എന്ന് പറയുന്നത് അത്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ മകൻ്റെ സ്നേഹമായിരിക്കും. ഇപ്പോൾ ബാലേട്ടൻ എന്നുള്ള സിനിമ, ഏത് സിനിമയിലാവണം, ഒരുപാട് എല്ലാ സിനിമയുടെ സക്സസ്സിന് വളരെ ഡീപ്പായിട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭയങ്കരമായ സ്നേഹം ഉണ്ടാകും, ഒരു ഇമോഷൻ ഉണ്ടാകും. അപ്പോൾ അത് ലാക്ക് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇതെന്ത്, നമ്മൾ അതിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു മലയാളത്തിൽ. ഇപ്പോൾ അത് അതൊക്കെ പോയി ടോട്ടൽ സിനിമയുടെ മേക്കിംഗ് മാറി. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കൂടെ സഞ്ചരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ നല്ല സിനിമ ഉണ്ടാക്കണം എന്നുള്ളത് അതിൻ്റെ ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആസ് ആൻ ആക്ടർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. വി ഡോണ്ട് ഹാവ് ചോയ്സ് എന്നാണ് പറയുന്നത്. ആക്ടേഴ്സ് ആർ ബഗേഴ്സ് എന്ന് പറയും. വി ഡോണ്ട് ഹാവ് മച്ച് ചോയ്സസ് എന്ന് പറയും. വിസ്മയുടെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് സുചിത്ര മാഡത്തിൻ്റെ ഒരു റോൾ എവിടെയാണ്, ആരോട് ആദ്യമായിട്ട് പറഞ്ഞത്? സോ ഞാൻ അമ്മയുടെ അടുത്ത് ആദ്യം പറഞ്ഞു, അപ്പച്ചേട്ടൻ്റെ അടുത്ത് ആയിരുന്നു ആദ്യം പറഞ്ഞ, പിന്നെ അമ്മയുടെ അടുത്ത്, അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ കഥ പറയുന്നതിൽ അല്ലെങ്കിൽ കഥ ചൂസ് ചെയ്യുന്നതിലൊക്കെ അമ്മയ്ക്ക് ഒരു ഇതുണ്ടാവില്ല. അമ്മ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒട്ടും മാറി നിൽക്കുന്ന ഒരാളല്ല, സിനിമ കണ്ടു വളർന്ന ഒരാൾ തന്നെയാണ്. ഓൾ അതർ ആർ വി ഹാവ് സീൻ ഇൻ സ്ക്രീൻസ്, ബട്ട് ഷീ ഈസ് ഓൾവേസ് ബിഹൈൻഡ് ദ സ്ക്രീൻ. സോ ജൂഡ് ചേട്ടനും അമ്മയും കുറേ ഈ കഥേനെ പറ്റി സംസാരിച്ചു, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സംസാരിച്ചു. സോ അമ്മ ഈ ഹോൾ പടത്തിൻ്റെ പ്രോസസ്സും അമ്മ ഹാസ് ബിൻ എ പാർട്ട് ഓഫ്, ആൻഡ് ഈവൻ ഓൺ സെറ്റ് അമ്മ വാസ് ദെയർ എ ലോട്ട്. സോ അതൊരു വലിയ സപ്പോർട്ടായിരുന്നു എനിക്ക്, ബിക്കോസ് ഞാനും എൻ്റെ അമ്മയും വർ വെരി ക്ലോസ്. ആൻഡ് യാ, സോ ഷീ വാസ് എ ബിഗ് പാർട്ട് ഓഫ് ദിസ് മൂവി. ആൻഡ് ശരിക്കും ഐ ഡോണ്ട് തിങ്ക്, ഫോർ മീ personally, I don't think I would have done this movie. I don't think this movie would have happened without Amma. So, yeah. പ്രണവിൻ്റെ റോളോടെ പറയാമോ? പ്രണവ് എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? പ്രണവ് എപ്പോഴും സപ്പോർട്ടീവ് ആണ്. ലൈക്ക് അഡ്വൈസ് എല്ലാം കൊടുക്കുന്ന ചേട്ടനാണ്. ലൈക്ക് ഹെൽപ്പ്, if I ever need help with anything. He'll tell me to figure it out on my own, but at the same time, he'll tell me what he thinks. Yeah. വല്ലാത്തൊരു മായിക ലോകമല്ല ശരിക്കും ലാലേട്ടൻ. നമുക്ക് കാണുമ്പോൾ തുടക്കത്തിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ഒരു സ്വപ്ന നായകനും ഒരുപാട് പാട്ടുകളൊക്കെ ചെയ്ത മോഹൻ ശർമ്മ എന്ന് പറഞ്ഞ ആൾ, അപ്പം ആളുടെ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് കണ്ടു കാണും. ലാലേട്ടനൊക്കെ സിനിമ വരുമ്പോഴും പുള്ളി ഒരു ഹീറോ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഐക്കണായിട്ടൊക്കെ നിന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തു. ഞങ്ങളൊരാൾ പോയി അദ്ദേഹത്തെ കാണാൻ പോവാണ്, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് അതാ പറയുന്ന ഒരു മാജിക്കാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സിനിമ മാത്രമല്ല, അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നത് നമ്മൾ പറയാം, കർമ്മഫലം എന്നൊക്കെ പറയും. അതിനെ നമ്മളെത്രയും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വളരെ സങ്കടം തോന്നും. ഞാൻ പറയുന്ന ലാലേട്ടൻ ഞങ്ങളെയൊക്കെ വളരെ വിമർശനത്തോടെ കാണുന്നത്, മാധ്യമങ്ങൾ ഇത്തരം അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ കാണാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ ഇത്തരം ആളുകൾക്ക് സഹായമാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഈ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അല്ലാതെയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അതിപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ആൾക്കാരെ അറിയിച്ചിട്ട് ചെയ്യാത്ത എത്രയോ പേരുണ്ടാവും. ഇപ്പം അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം
വിഷയം ഞങ്ങൾ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നു എന്നൊക്കെയുള്ള വലിയ സൂപ്പർ ഹിറ്റ് ഫിലിംസൊക്കെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. കുറേ കാലത്തിന് ശേഷം ആണ് ഞങ്ങൾ കുറേ കാലത്തായി കണ്ടിട്ട്. അല്ലാതെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചാണ്. ഇപ്പം ഞാൻ നെല്ലെന്നൊക്കെയുള്ള സിനിമ പെട്ടെന്ന് ആ സമയത്തൊക്കെ അന്ന് ഏറ്റവും ചട്ടക്കാരി, അതെ അതെ, 3 സിനിമകളിൽ മാത്രം സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ആക്ടർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പോലും ഭയങ്കര ഒരു ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലാണ്. അല്ല, അത് ഒരുപാട് വേറെ ഇതിപ്പോൾ അറിഞ്ഞ കാര്യം, അറിയാത്ത ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ ഒരു ചതിക്കുഴികളെക്കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളെ അല്ല, അത് അതിനെക്കുറിച്ച് നമ്മൾ പൊട്ട് ഹോൾസ് എന്നല്ല, ചതിക്കുഴികളില്ല. അത് അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. അതെ അതെ, അദ്ദേഹം പറയുന്നതാണ്. അതിലേക്ക് നയിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണല്ലോ, ഒരാൾ ഡിറ്ററേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ലെങ്കിലും അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. അപ്പോൾ അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ്. മനസ്സിലായി. ഞാൻ ഈ പോസ്റ്ററിൽ ഒരു ഗോൾഡൻ റിട്രീവറെ കണ്ടു. യു ആർ എ പെറ്റ് ലവർ ടു. സോ ഹി ഹാസ് ഗോട്ട് എനി റോൾ ഇൻ ദിസ് മൂവി? Yeah, he's Messi, മീനുവിൻ്റെ പട്ടി, and she's very close to him. And ഇൻ റിയൽ ലൈഫ് ഇവര് വളരെ ചെറുതായിരുന്നപ്പോൾ ഇത് ആദ്യത്തെ പട്ടി ആയിരിക്കില്ല, 2, 3, 4-ാമത്തെ പട്ടി. അല്ല അല്ല, ആദ്യത്തെ കുഞ്ഞ് മരിച്ചു. ഓ കുഞ്ഞും, ഓ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചില ആൾക്കാർ ഒരേ പട്ടിയെ തന്നെ വളർത്തുമല്ലോ. പട്ടി ഇതല്ല, ഞങ്ങൾക്ക് ഒരുപാട് പട്ടികളുണ്ട്. അതെ, എസ്പെഷ്യലി ഷീസ് എ പെറ്റ് ലവറിന് അല്ലേ? ലാലേട്ടനും എനിക്ക് ഒരുപാട് പെറ്റ്സ് ഉണ്ടായിരുന്നു. ഇവരിൽ നിന്നൊക്കെ ആക്ടിങ് മെത്തേഡ്സ് കൂടെ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ എന്തെങ്കിലും ടിപ്സൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ, തരാറുണ്ടോ കാണുമ്പോൾ? തീർച്ചയായിട്ടും. പിന്നെന്താ, ഒരുപാട് കാര്യങ്ങളിൽ അനിമൽസിൽ നിന്നല്ലേ എല്ലാം പഠിച്ചത് മനുഷ്യൻ, അങ്ങനല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ലവ് എന്ന് പറയുന്നതിന് വേറൊരു അപ്പം അതിന് നമ്മളൊരു ആനിമലല്ലേ, അതിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ വേറൊരു ആനിമൽ, അതുവരെ ഉള്ളൂ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് എത്രയോ വലിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പട്ടികളെ കുറിച്ചിട്ടുള്ള സിനിമകൾ, പൂച്ചകളെ കുറിച്ചുള്ള സിനിമകൾ. അപ്പോൾ തീർച്ചയായും വിസ്മയകരമായ തുടക്കം. ഒരാൾ തുടരുന്നു, ഒരാൾ തുടങ്ങുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. നല്ല സംഭവങ്ങൾ നടക്കട്ടെ. വീണ്ടും ഇതിൻ്റെ ഒരു വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. വലിയ സന്തോഷം. അതിന് അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു.